ഭാരതത്തിന് സ്വാതന്ത്ര്യമെന്ന അമൃത് ലഭിച്ചിട്ട് 77 വർഷങ്ങൾ പിന്നിട്ടു. സ്വാതന്ത്ര്യത്തിനു ശേഷമുള്ള ഭാരതത്തിൻ്റെ പുനർനിർമ്മാണ പ്രക്രിയയിൽ പല മഹാന്മാരായ പ്രധാനമന്ത്രിമാരും അവരവരുടെ കഴിവുകൾ സമർത്ഥമായി പ്രയോഗിച്ചിട്ടുണ്ട്. എന്നാൽ തൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടും കർമ്മകുശലത കൊണ്ടും കർത്തവ്യ നിർവഹണത്തിലുള്ള അർപ്പണബോധം കൊണ്ടും ഭാരതത്തിൻ്റെ യശസ് ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കാൻ ശ്രീ ദാമോദർദാസ് മോദിജിയുടെ പ്രവർത്തനം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. കഠിനാധ്വാനം കൊണ്ടും എളിമ കൊണ്ടും സ്വഭാവശുദ്ധി കൊണ്ടും പ്രവർത്തന പാടവം കൊണ്ടും രാജ്യത്തിൻ്റെ പരമോന്നത പദവിയിലേക്ക് ഉയരുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തി വരും തലമുറയ്ക്ക്, വരുന്ന യുവജനങ്ങൾക്ക് ഒരു മാതൃകയാക്കാവുന്നതാണ്. രാഷ്ട്ര സേവനത്തിനായി പൂർണ്ണമായും ഒഴിഞ്ഞുവെച്ചതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. ഇനി വരും കാലത്ത് മോദിജി വിശ്വഗുരു നരേന്ദ്രമോദിജി എന്നറിയപ്പെടും. യുവാവായ ശ്രീ നരേന്ദ്രനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് നെയ്തെടുത്ത ഒരു ആഖ്യായികയാണ് സർദാർ മോദി എന്ന ഈ പുസ്തകം. സർദാർ എന്നാൽ ഒരു യൂണിവേഴ്സൽ ലീഡർ എന്നുകൂടി അർത്ഥമുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആ സർദാർ എന്ന പേര് ഒരേ ഒരാൾക്ക് മാത്രമേ ആദ്യം ലഭിച്ചിരുന്നുള്ളൂ, ശ്രീ സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു. അതിനുശേഷം ശ്രീ ദാമോദർദാസ് മോദിജിക്ക് സർദാർ മോദി എന്ന ഒരു നാമകരണം കൂടെ ലഭിക്കുകയുണ്ടായി. 25 വയസ്സുള്ള മോദിജിയും 59 വയസ്സുള്ള ഇന്ദിരാജിയും നേരിട്ട് സംവാദിക്കുന്ന നിരവധി സന്ദർഭങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. ഡാർക്ക് 75 എന്നറിയപ്പെടുന്ന ഇന്ത്യ ചരിത്രത്തിലുള്ള അടിയന്തരാവസ്ഥക്കാലത്ത് RSSന്റെ ഒരു സാധാരണ പ്രചാരക എന്ന നിലയിൽ RSSനും അന്നത്തെ RSSന്റെ നേതൃത്വത്തിനും വേണ്ടി മോദിജി നടത്തിയ ധീരവും അതിസാഹസികവുമായ ഇടപെടലുകളാണ് ഈ പുസ്തകത്തിൽ ഉടനീളം പറഞ്ഞിട്ടുള്ളത്. ആ കാലഘട്ടത്തിലുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്നുള്ള പല സംഭവങ്ങളും നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ഈ പുസ്തകം പൂർണ്ണമായും ഒരു ജീവചരിത്രമല്ല. ചരിത്ര വസ്തുതകളും ഭാവനാ സൃഷ്ടിയും ശരിയായ അനുപാതത്തിൽ സമന്വയിപ്പിച്ചെടുത്ത ഒരു നോവൽ എന്ന് വിശേഷിപ്പിക്കുന്നതായിരിക്കും ഉചിതം. കേന്ദ്ര കഥാപാത്രമായി വരുന്ന മോദിജിയുടെയും ശ്രീമതി ഇന്ദിരാജിയുടെയും കഥാപാത്ര ആവിഷ്കരണത്തിൽ പരമാവധി നീതി പുലർത്തിയിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ജീവിച്ചിരിക്കുന്നവരോ മറ്റു മരണപ്പെട്ടു പോയവരോ ആയി ഏതെങ്കിലും കഥാപാത്രങ്ങൾ ഈ പുസ്തകത്തിലുണ്ടെങ്കിൽ അത് തീർച്ചയായും യാദൃച്ഛികം മാത്രമാണ്. രാജ്യത്തിലെ 48% വരുന്ന യുവജനതയ്ക്ക് മോദിജിയുടെ ജീവചരിത്രം ഉൾക്കൊള്ളുന്ന ഈ പുസ്തകം വളരെ വലിയ ഒരു പ്രചോദനവും ആവേശകരവുമായ അനുഭവമായിരിക്കും. 400 സ്ക്വയർ ഫീറ്റിലടങ്ങുന്ന ഒരു കൊച്ചു വീട്, അവിടെ 6 മക്കൾക്ക് ജന്മം നൽകി ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടിന്റെയും മധ്യത്തിൽ തളരാതെ കഠിനാധ്വാനം ചെയ്ത് അവരെ വളർത്തിക്കൊണ്ടുവന്ന ആ അമ്മയോടുള്ള കടപ്പാട് മോദിജി എപ്പോഴും ഓർക്കാറുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രാചീനമായ ഒരു ശിവക്ഷേത്രമാണ് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം. ആ ക്ഷേത്രത്തിന്റെ പരിസരത്ത് കൂടി ഒഴുകുന്ന ഒരു പുണ്യ നദിയാണ് ഹീരാ നദി. ഗുജറാത്തിലെ പല പെൺകുട്ടികൾക്കും ആ ഹീരാ നദിയുടെ പേരായ ഹീര എന്നാണ് നാമകരണം ചെയ്യാറ്. മോദിജിയുടെ അമ്മയുടെ പേരും അതുതന്നെയായിരുന്നു, ഹീരാബെൻ. ബെൻ എന്നാൽ ഗുജറാത്തിൽ സഹോദരി എന്നാണ് അർത്ഥം. അങ്ങനെ നിസ്വാർത്ഥമായ സ്നേഹത്തിന്റെയും എളിമയുടെയും പ്രതീകമായാണ് ജനങ്ങളുടെ ഇടയിൽ ആ അമ്മ ഹീരാബെൻ അറിയപ്പെട്ടിരുന്നത്. ഈശ്വരനിൽ അഭയം പ്രാപിച്ച ആ അമ്മയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഞങ്ങൾ ഈ സ്നേഹത്തിൻ്റെതായ എളിയ ഉപഹാരം സമർപ്പിക്കുന്നു. സർദാർ മോദി എന്ന ഈ പുസ്തകം. സർദാർ മോദി എന്ന ഈ പുസ്തകത്തെ ആസ്പദമാക്കി യൂണിവേഴ്സൽ സിനിമ ഫാക്ടറി നിർമ്മിക്കുന്ന ബ്രഹ്മാണ്ഡ സിനിമയാണ് അതേ പേരിൽ സർദാർ മോദി. ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഇന്ത്യയിലെ മറ്റെല്ലാ പ്രാദേശിക ഭാഷകളിലും അതുപോലെ തന്നെ ലോകഭാഷകളിലെല്ലാം തന്നെ ഈ സിനിമ ഒരു ദൃശ്യവിസ്മയമായി 2026 സെപ്റ്റംബർ 17 മോദിജിയുടെ ജന്മദിനത്തിൽ റിലീസ് ചെയ്യുവാനാണ് അണിയറ പ്രവർത്തകർ ഉദ്ദേശിക്കുന്നത്. സർദാർ മോദി എന്ന ഈ പുസ്തകത്തെ ആസ്പദമാക്കി യൂണിവേഴ്സൽ സിനിമ ഫാക്ടറി നിർമ്മിക്കുന്ന ബ്രഹ്മാണ്ഡ സിനിമയാണ് അതേ പേരിൽ സർദാർ മോദി. ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഇന്ത്യയിലെ മറ്റെല്ലാ പ്രാദേശിക ഭാഷകളിലും അതുപോലെ തന്നെ ലോകഭാഷകളിലെല്ലാം തന്നെ ഈ സിനിമ ഒരു ദൃശ്യവിസ്മയമായി 2026 സെപ്റ്റംബർ 17 മോദിജിയുടെ ജന്മദിനത്തിൽ റിലീസ് ചെയ്യുവാനാണ് അണിയറ പ്രവർത്തകർ ഉദ്ദേശിക്കുന്നത്. ഈ വർഷം സെപ്റ്റംബർ 17 മോദിജിയുടെ 75ാം ജന്മദിനമാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തെ ഒരു ജന്മോത്സവമാക്കി മാറ്റി അന്നായിരിക്കും ഈ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുക. ഇന്ത്യയിലെ പ്രമുഖ താരങ്ങളെല്ലാം അണിനിരക്കുന്ന, അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രമുഖരായ എല്ലാ ടെക്നീഷ്യൻസും പങ്കെടുക്കുന്ന ഒരു വലിയ ബ്രഹ്മാണ്ഡ സിനിമയായിരിക്കും സർദാർ മോദി. ഈ സിനിമയ്ക്കും ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും ഒപ്പം എല്ലാ ഭാരതീയർക്കും മംഗളം ടിവിയുടെ അനുഗ്രഹ ആശംസകൾ. നാഷണൽ ഡെസ്ക്, മംഗളം ടിവി.